വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ 22കാരൻ പ്രതി. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വയോധികയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അന്വേഷണത്തിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത 22കാരനാണ് ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. വയോധികയെ കിടപ്പുമുറിയിൽ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ ശ്രീനാരായണപുരം സ്വദേശിയായ ജിത്തു ആണ് പിടിയിലായത്. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നതായും പീഡനശ്രമം നടന്നതായും പോലീസ് പറയുന്നു. കൊല നടത്തിയ ജിത്തു വയോധികയുടെ വീടിന്റെ അടുത്തുള്ള ബന്ധുവീട്ടിൽ സ്ഥിരമായി വരുമായിരുന്നു. വയോധികയുടെ വീടുമായും ഇയാൾ അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. കൊലപാതകം നടത്തിയതിനു ശേഷവും വയോധികയുടെ വീടിനടുത്തുള്ള ബന്ധുവീട്ടിൽ തന്നെയാണ് പ്രതി ഉണ്ടായിരുന്നത്. വീടിന്റെ പിൻവാതിലിന്റെ കുറ്റി തകർത്ത നിലയിലും മുൻവാതിൽ തുറന്ന നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. മുറിയിൽ നിന്ന് സിഗരറ്റ് കുറ്റികളും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. തുടർന്നാണ് പോലീസ് ഫോണിന്റെ ഉടമയായ ജിത്തുവിനെ പിടികൂടിയത്. കൊല നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച ഫോൺ പരിശോധിച്ചതാണ് കേസിന് വഴിത്തിരിവായത്. സംഭവ സമയത്ത് ആക്റ്റീവായിരുന്ന ഇയാളുടെ മറ്റൊരു ഫോൺ കൊലപാതകം നടന്ന വീടിന് സമീപം തന്നെ ഉണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. സൈബർ സെൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ ഉറക്കത്തിലായിരുന്ന ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ജിത്തു കുറ്റം സമ്മതിച്ചത്. ബുധനാഴ്ച രാവിലെ പുരയിടം വൃത്തിയാക്കാൻ എത്തിയ തൊഴിലാളികളാണ് വയോധികയുടെ മൃതദേഹം കണ്ടത്. പോലീസ് പ്രതിയെ തിരയുന്നതിനിടയിലും യാതൊരു ഭാവമാറ്റവുമില്ലാതെ ജിത്തു ബന്ധുവീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു.